ശ്രീ എം ലിജു, അതായത് ഈ പ്രതിപക്ഷത്തിന് മുന്നിൽ ഇനി ഇതേപോലെ പ്രതിഷേധം ഉയർത്തുക, അതിനൊടുവിൽ ഇത് നിശബ്ദമായി സ്വീകരിക്കുക എന്ന വഴിയാണോ ഉള്ളത്? ഒരു പരമാധികാര രാഷ്ട്രത്തെ കഴിഞ്ഞ കുറേ കാലമായി ഇവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അടിയറവ് വെക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിവിധ വിഷയങ്ങളിൽ. ഇപ്പോൾ തന്നെ ഇപ്പോൾ ലോകത്തിന് മുമ്പുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ലോകത്തിന് മുമ്പുള്ള സ്റ്റേറ്റ്മെൻറ്റ് വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, ഇനി ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങില്ല. ഇത് അവർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ട്രംപ് പറഞ്ഞു ഇനി മുതൽ റഷ്യൻ ഓയിൽ വാങ്ങില്ല, ഇനി മുതൽ ഇന്ത്യ ഓയിൽ വാങ്ങാൻ പോകുന്നത് വെനിസ്വേലയിൽ നിന്നാണ്. ഇപ്പം നിലവിലുള്ള വസ്തുത എന്താണ്? അമേരിക്കൻ പ്രസ് സെക്രട്ടറി കൃത്യമായി പറയുന്നു, ഇനി ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങില്ല, അതുകൊണ്ട് ഞങ്ങളുടെ തീരുവ നേരത്തെ 50% ആക്കി കുറച്ചിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ പറഞ്ഞത് കേട്ടുകൊണ്ട് ഞങ്ങൾ കുറച്ചു. ഇനി മുതൽ അമേരിക്കയ്ക്ക് ഒരു റെസിപ്രോക്കൽ താരിഫ് 0% ആണ് അസന്നിഗ്ധമായി അവർ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു $500 ബില്യൺ ഉൽപ്പന്നങ്ങൾ, അത് ഊർജ്ജ മേഖലയുണ്ട്, കാർഷിക മേഖലയുണ്ട്, ഈ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ പോകുന്നു. അതുകൊണ്ട് അമേരിക്കൻ ബിസിനസ്സുകാരെ സന്തോഷിപ്പിൻ, അമേരിക്കൻ തൊഴിലാളികളെ സന്തോഷിപ്പിൻ, നമ്മുടെ രാജ്യം ആ രാജ്യത്തിൻ്റെ മേൽ തന്ത്രപരമായി അവരുടെ എനർജി സ്ട്രാറ്റജിയിൽ മേൽ നമ്മൾ സമ്പൂർണ്ണ നിയന്ത്രണം വാങ്ങിയെടുത്തിരിക്കുന്നു. അവരുടെ ആഗ്രോ സ്ട്രാറ്റജിയിൽ, അവരുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് സ്ട്രാറ്റജിയിൽ, പോളിസിയിൽ ഇതെല്ലാം തന്നെ നമ്മൾ സമ്പൂർണ്ണ ആധിപത്യം നേടിയിരിക്കുന്നു. ഒരു രാഷ്ട്രം പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പുറത്തുനിന്നൊരു ഞരക്കം പോലും ഇല്ല. അവർ വസ്തുതയെ അംഗീകരിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. 50 എന്നുള്ളത് 18 നേരത്തെ അതിന് കുറവ്. ചൈനയ്ക്ക്, അവർക്ക് UK 10% ഉള്ളൂ. ദക്ഷിണ കൊറിയൻ പോലെയുള്ള കൊറിയൻ രാജ്യങ്ങൾക്ക് 15% ഉള്ളൂ. 1% പാകിസ്ഥാന് കൂടുതലുള്ളത്. 18 എന്നുള്ളവർക്ക് 19 ഉള്ളത്. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ പരമാധികാര സ്വഭാവത്തെ പണയം വെച്ചുകൊണ്ട് അവരെവിടുന്ന് ഓയിൽ വാങ്ങണം, അവരുടെ എന്ത് രാഷ്ട്രങ്ങളുടെ മേൽ അവരുടെ താരിഫ് എന്തായിരിക്കണം, ഞങ്ങളുടെ നിന്ന് അവർ $500 ബില്യൺ ഞങ്ങൾക്ക് തരാൻ പോകുന്നു എന്നൊക്കെ മറ്റൊരു രാഷ്ട്രം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യക്ക് നിശബ്ദമായിരിക്കേണ്ടി വരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കാൻ നമ്മുടെ ദേശീയ പ്രസ്ഥാനം സമരം ചെയ്തു അതിനുവേണ്ടിയാണല്ലോ. ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യം നേടുക എന്ന് പറഞ്ഞാൽ എന്താ? സോവർണിറ്റിക്ക് വേണ്ടിയാണ്, പരമാധികാരത്തിന് വേണ്ടിയാണ്. അവർ ഡൊമൈൻ രാഷ്ട്ര പദവി തരാം എന്ന് തന്നു കഴിഞ്ഞിട്ടും നമ്മളെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമെന്ന് ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചേക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ജനതയുടെ ആത്മാഭിമാനം തീരുമാനിക്കാൻ വേണ്ടിയാണ്, സ്വയം നിർണയാവകാശം തീരുമാനിക്കാൻ വേണ്ടിയാണ്. BJP ആയി എന്നതിൻ്റെ പേരിൽ മാത്രം ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വിധിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ച്, ദേശസ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും സൂക്ഷിക്കുന്ന മനുഷ്യരുണ്ട് എന്നുണ്ടെങ്കിൽ അത് BJP ആണെങ്കിലും RSS ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും അവർ രാജ്യത്ത് ഇതിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ അണിചേരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പലരും തെറ്റിദ്ധരിക്കപ്പെട്ട് ചേർന്നവരുണ്ട്. അവർക്കൊക്കെ ചിന്തിക്കാൻ ഒരു അവസരമാണ്. തീർച്ചയായും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.